കത്തിച്ചാമ്പലായ നഗരങ്ങളുടെ പേരുകൾ: സൊദോം, ഗൊമോറ, അദ്മ, സെബോയിം. ഉയർന്ന താപനില എല്ലാം കത്തിച്ചു കളഞ്ഞു. എല്ലാ സസ്യജാലങ്ങളും ഇല്ലാതാക്കി. ദേശത്തെ വാസയോഗ്യമല്ലാതാക്കി. ഇന്നും ആ പ്രദേശം വിജനവും മരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൂമിയിൽ നിന്ന് കത്തുന്ന വസ്തുക്കളായ പ്രദേശത്തെ കീലും ദ്രാവക ഇന്ധനവും എന്നിവയ്ക്കൊപ്പം പ്രകൃതിവാതകവും ഗന്ധകവും ഈ ജ്വലന വസ്തുക്കൾ ഭൂമിയിൽ നിന്ന് ഭൂഗർഭം മർദ്ദനം കാരണം പുറത്തു വന്നിരിക്കാം. ഭൂമിയിലുള്ള ജ്വലന വസ്തുക്കൾ ഈ നഗരങ്ങളെ നശിപ്പിച്ചു. വിശദമായ ശാസ്ത്രീയ വിശദീകരണം നൽകുന്നതിന് പകരം ബൈബിൾ വിവരണം ദൈവത്തിൻ്റെ ന്യായവിധിയും ക്രോധവും ഊന്നിപ്പറയുന്നു. അബ്രഹാം വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചറിഞ്ഞ് രാവിലെ ഹെബ്രോനിൽ നിന്ന് സൊദോമിലേക്കും ഗൊമോറയിലേക്കും സമതലത്തിലുള്ള മറ്റ് പ്രദേശങ്ങളെയും നോക്കി. അബ്രഹാമിൻ്റെ ദൃക്സാക്ഷി വിവരണം ദ്രാവക ഇന്ധന ഉൽപ്പന്നങ്ങളുടെ അഗ്നിബാധ സിദ്ധാന്തത്തിന് അനുയോജ്യമാണ്. കാരണം അത്തരം ഒരു തീപിടുത്തം ഭൂമിയിലെ വിള്ളലിൽ നിന്ന് പൊട്ടിത്തെറിക്കുകയും പുറത്തേക്ക് വരുന്ന കത്തുന്ന വസ്തുക്കളുടെ ചൂടും സമ്മർദ്ദവും മൂലം കട്ടിയുള്ള കറുത്ത പുക അകത്ത് ഒരു വലിയ പുകപടലം പുറപ്പെടുവിക്കുകയും ചെയ്യും. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 24 മുതൽ 25 വരെയുള്ള വാക്യത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ സൊദോമിൻ്റെയും ഗൊമോറയുടെയും നാശം വിവരങ്ങളിലെ സമാനതകൾ കാരണം പലപ്പോഴും ഇത് ഒരു അണ്വായുധ സ്ഫോടനമായി താരതമ്യം ചെയ്യപ്പെടുന്നു. അഗ്നിയും ഗന്ധവും ആകാശത്ത് നിന്ന് പെയ്തിറങ്ങുന്ന വ്യാപകമായ നാശത്തിന് കാരണമായതായി ബൈബിൾ വിവരിക്കുന്നു. ഇത് ഒരു ആണവ സ്ഫോടനത്തിൽ നിന്ന് പുറത്തു വരുന്ന തീവ്രമായ ചൂടിനെയും വികിരണത്തെയും അനുസ്മരിപ്പിക്കുന്നു. നഗരങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. ചാരവും അവശിഷ്ടങ്ങളും അല്ലാതെ മറ്റൊന്നും അവശേഷിച്ചില്ല. ഇതൊരു ആണവ സ്ഫോടനത്തിൻ്റെ വിനാശകരമായ പ്രത്യാഘാതങ്ങൾക്ക് സമാനമാണ്. ഇത് മുഴുവൻ നഗരങ്ങളെയും നിരപ്പാക്കി. സൊദോമിനും ഗൊമോറയ്ക്കും ചുറ്റുമുള്ള പ്രദേശം വാസയോഗ്യമല്ലെന്ന് ബൈബിൾ വിവരിക്കുന്നു. അണ്വായുധ സ്ഫോടനത്തിന് ശേഷം ഒരു പ്രദേശത്ത് മലിനമാക്കാൻ കഴിയുന്ന റേഡിയോ ആക്റ്റീവ് പതനത്തിന് സമാനമായി ഇത് കാണാവുന്നതാണ്. ഈ 4 പട്ടണങ്ങളുടെയും നാശം ദൈവത്തിൻ്റെ ന്യായവിധി മൂലമാണെന്ന് ബൈബിൾ പറയുന്നു. ഇത് ഒരു പ്രകൃതി പ്രതിഭാസമല്ല. ബൈബിളിൽ വിവരിച്ചിരിക്കുന്ന സംഭവം തികച്ചും സ്വാഭാവികമോ ശാസ്ത്രീയമോ ആയ വിശദീകരണമായി ചുരുക്കാൻ കഴിയാത്ത ഒരു അതുല്യവും ദൈവികവുമായ വിധിയാണ്.